നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ മൊബൈലിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഷെയറിറ്റിലൂടെ അല്ലെങ്കിൽ എക്സെൻഡറിലൂടെ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ തന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസുകൾ അടുത്തുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കും. അതിനൊരു പരിധിയുണ്ട്. നമുക്കൊരു 10 മീറ്റർ ചുറ്റളവിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻസുകളൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ലോകത്തെവിടെയുള്ള സുഹൃത്തുക്കൾക്കും നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസുകൾ വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ പോരെ, നമ്മൾ എന്തിനാണ് നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസുകൾ അവർക്ക് അയച്ചു കൊടുക്കുന്നത് എന്ന്. എന്നാൽ പല സന്ദർഭങ്ങളിലും പല രാജ്യങ്ങളിലും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് അവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പല സന്ദർഭങ്ങളിലും പല ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദൂരപരിധിയില്ലാതെ അയച്ചു കൊടുക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലെയും അതുപോലെ തന്നെ യൂട്യൂബിലെയും ചാനലുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് ചാനൽ നെയിമുകൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ചാനലിലേക്ക് എത്താൻ സാധിക്കും, സബ്സ്ക്രൈബ് ചെയ്യാനും സാധിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ എഗ്രി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ കാണാം. അത് വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഡോൺ അലോ കൊടുക്കുക. ഞാനിവിടെ ഡോൺ അലോ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ ഫയലുകളും ഇവിടെ സ്കാനായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മൊത്തത്തിൽ സ്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മാത്രമല്ല ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ സുഹൃത്തിന് ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ജീബോർഡാണ് ഇവിടെ ഓപ്പൺ ആക്കുന്നത്. ജീബോർഡിൽ ലോങ് പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ 4 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഷെയർ എന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്കോ നിങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ വാട്സാപ്പ് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തു. ഇവിടെ സെൻഡ് കൊടുത്തു. ഇവിടെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഫയലായിട്ട് അവർക്ക് സെൻഡ് ആകുന്നതായിരിക്കും. അവർക്ക് അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. ഇനി നമുക്ക് ഒരു വീഡിയോ എങ്ങനെ സെൻഡ് ചെയ്യാം എന്ന് നോക്കാം. വീഡിയോയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ എല്ലാ വീഡിയോവും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ താഴെ 3-4 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇവിടെ മോർ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഷെയർ എന്ന ഭാഗമുണ്ട്. ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്കോ ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ വാട്സാപ്പ് സെലക്ട് ചെയ്തു. ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വീഡിയോ വന്നിട്ടുണ്ട്. ഞാനിവിടെ സെൻഡ് കൊടുക്കുകയാണ്. ഇവിടെ വീഡിയോ സെൻഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ ആപ്ലിക്കേഷൻസുകളും വീഡിയോസുകളും സെൻഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ സാധാരണ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ നമുക്കൊരു ഫയലായിട്ടാണ് സെൻഡ് ചെയ്യാൻ സാധിക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇത് നല്ലൊരു ഫയൽ മാനേജർ കൂടിയാണ്. പക്ഷേ ആപ്ലിക്കേഷൻ കൂടി സെൻഡ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.